ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ഫോണ്ടൻ്റ് വർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫുൾ വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കുറേ നാളായിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും ഓരോരോ കാര്യങ്ങൾ കാരണമായിട്ട് ലോങ് വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കേട്ടോ ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് ഒന്ന് എന്താ പറയുക എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും വലിയ മടി എന്ന് പറയുന്നത് ഈ വോയിസ് ഓവർ കൊടുക്കലാണ് കേട്ടോ. കാരണം നമ്മൾ ചിലപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഫോണിൽ തന്നെയാണ് ഈ ഒരു എഡിറ്റിംഗ് ആയാലും വോയിസ് ഓവർ കൊടുക്കലായാലും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ചിലപ്പോൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും കോളോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും വീണ്ടും അത്രയും ചെയ്ത് നമ്മൾ ചിലപ്പം കംപ്ലീറ്റ് തീരാറാവുന്ന സമയത്തായിരിക്കും കോള് വരുന്നത്. അപ്പോൾ പിന്നെ അത്രയും ഭാഗം നമ്മൾ വീണ്ടും കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. വീണ്ടും ഫുള്ള് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വീണ്ടും വോയിസ് ഓവർ കൊടുക്കുന്നത്. ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെയും ഒരു 100 പ്രാവശ്യമെങ്കിലും കോള് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇന്നെങ്കിലും ഈ ഒരു വീഡിയോ ഇടണമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരുപാട് വലിയ ഫോണ്ടൻ്റ് വർക്കും കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയത്തില്ല. പിന്നെ കുറച്ച് കസ്റ്റമർ നമുക്കൊരു പിക്ചർ അയച്ചു തരുന്ന സമയത്ത് നമുക്ക് പറ്റുന്നതാണെങ്കിൽ അവരുടെ അടുത്ത് പറയും. അത്രത്തോളം പെർഫെക്ഷനിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആ ഒരു എന്താ പറയുക ഏകദേശം ചെയ്തെടുക്കാമെന്ന് പറയാം. അപ്പം നമ്മൾ മേടിക്കുന്ന റേറ്റും അതേ കണക്കാണ് കേട്ടോ. കാരണം ഓൾറെഡി ഫോണ്ടൻ്റ് വർക്കിന് റേറ്റ് കൂടുതലാണ്. അപ്പം നമ്മൾ ആ ഒരു ഫോണ്ടൻറ്റിൻ്റെ റേറ്റ് മേടിക്കും. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഇത്രത്തോളം റേറ്റിനുള്ളതേ നമ്മൾ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത്രത്തോളം ഫിനിഷിങ്ങേ ഉള്ളൂ എന്നുള്ള കാര്യം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള റേറ്റാണ് നമ്മൾ മേടിക്കാറുള്ളത്. നമ്മുടെ ഈ ഒരു പരിസരത്തൊക്കെ ഒരുപാട് ആൾക്കാരും ഫോണ്ടൻ്റ് വർക്കുകൾ അങ്ങനെ വാങ്ങിക്കാറില്ല. പിന്നെ ചില ആൾക്കാർ മാത്രം ചെറിയ കുഞ്ഞതൊക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിൽ ഒരു 100 രൂപയോ 150 രൂപ അങ്ങനെയൊക്കെ എക്സ്ട്രാ മേടിക്കലുള്ളത്. അല്ലാതെ വലിയ രീതിയിലുള്ള ഫോണ്ടൻ്റ് വർക്കുകൾ ഈ ഒരു റേറ്റിൻ്റെ കാര്യം വെച്ചിട്ട് ആരും വാങ്ങാറില്ല. പിന്നെ ചിലർക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത ആൾക്കാർ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഫോണ്ടൻ്റുകൾ അങ്ങനെ വാങ്ങിച്ച് വെക്കാറുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് കിട്ടുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഫോണ്ടൻ്റ് ഇല്ലായിരുന്നു. ജസ്റ്റ് ഞാൻ പേര് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോണ്ടൻ്റ് മേടിച്ച് വെക്കുക ആണ് ഇപ്പോഴത്തെ പതിവ്. മുമ്പെയൊക്കെ 1 കിലോൻ്റെയൊക്കെ വലിയൊരു പാക്കറ്റ് വാങ്ങിച്ച് വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ആ ഒരു ഫോണ്ടൻ്റ് അങ്ങനെ ഒരുപാടായിട്ട് വാങ്ങിച്ച് വെക്കാറില്ല. ഇതേപോലെ ഓർഡർ വല്ലതും വരുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ വാങ്ങിക്കാറുള്ളൂ. ഈ ഒരു ഫോണ്ടൻ്റ് വർക്കിനകത്ത് ഒരു വൈറ്റ്, റെഡ്, ബ്ലാക്ക് ആ ഒരു 3 കളറിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി വൈറ്റാണ് ഞാൻ വാങ്ങിച്ച് വെക്കാറുള്ളൂ. പിന്നെ പറയുന്ന കളേഴ്സുകൾ നമ്മൾ ആ ഒരു ജെൽ കളർ ആഡ് ചെയ്തിട്ടാണ് ആ ഒരു കളറിലോട്ട് ഫോണ്ടൻ്റ് ആക്കാറുള്ളത്. പക്ഷേ ഈ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് തലേന്നാണ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ ഫോണ്ടൻ്റ് ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എല്ലാം ആ ഒരു റെഡും ബ്ലാക്കും എല്ലാം വാങ്ങിക്കുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കാരണം നമ്മൾ ആ ഒരു സമയം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ പിന്നെ കളറൊക്കെ മിക്സ് ചെയ്തിട്ട് ഭയങ്കര ഒരു പാടായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ആ ഒരു കളറിലെ ഫോണ്ടൻ്റുകൾ വാങ്ങിച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമർ അയച്ചു തന്നപ്പോൾ സിമ്പിളായിട്ട് തോന്നി, പക്ഷേങ്കിൽ ചെയ്ത് തന്നപ്പോൾ ഭയങ്കര പാടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ബേക്കിങ് പഠിച്ചതുപോലെ തന്നെയാണ് ഫോണ്ടൻറ്റും ചെയ്താണ് പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഫോണ്ടൻ്റ് വർക്കായിട്ട് പഠിച്ചിട്ടില്ല. ഓരോരോ കാര്യങ്ങൾ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഫോണ്ടൻ്റ് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോഴാണ് കുറേ നാൾക്ക് ശേഷം ഈ ഒരു ഫോണ്ടൻ്റ് വർക്കാണ് കേട്ടോ അടുത്തിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പിക്ചറിനകത്ത് കസ്റ്റമർ തന്ന പിക്ചറിനകത്തുള്ള പോലെയാണ് നോക്കിയിട്ട് നമ്മൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുമല്ല എൻ്റെ കയ്യിൽ വേറെ വലിയ രീതിയിലുള്ള ഫോണ്ടൻറ്റിൻ്റെ സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടേഴ്സ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ ചെറിയ ഈ പറയുന്ന പോലെ നമ്മുടെ ഹാർട്ട് ഷേപ്പ്, സ്റ്റാർസ്, പിന്നെ കാറിൻ്റെ കട്ടർ അങ്ങനെ കുഞ്ഞ് നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇതിൽ വന്നാൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ഫോണ്ടൻറ്റിൻ്റെ ടൂൾസുകളും ഞാൻ വാങ്ങിച്ച് വെക്കാറില്ല. കാരണം ഞാനത് ഉപയോഗിക്കാറില്ല. അപ്പം നമ്മൾ വലിയ രീതിയിലുള്ള ഒന്നും ചെയ്യാറില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കാരണം കസ്റ്റമറിന് നമ്മൾ കൊടുത്ത സമയത്തും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്രയും വലിയ രീതിയിലുള്ള ഫോണ്ടൻ്റ് വർക്കുകൾ ചെയ്യാതിരുന്നിട്ടും മാക്സിമം നല്ല വൃത്തിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കസ്റ്റമർക്കും അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം നമുക്ക് അറിയില്ല എന്ന് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ നമുക്ക് ആരെങ്കിലും ഓർഡർ തരണം, എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്ത് മുമ്പോട്ട് വരാനും പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഓർഡർ എനിക്ക് കുറച്ച് ദൂരെ വർക്കലയിൽ നിന്നാണ് വന്നിട്ടുള്ളത്.
അപ്പം നമുക്ക് കുറച്ച് സന്തോഷമുണ്ട്. കാരണം നമ്മൾ അറിയാത്ത ആൾക്കാർ വരെ നമുക്ക് വേണ്ടി നമുക്കിങ്ങനെ കുറച്ച് ഇതായിട്ടുള്ള ഓർഡേഴ്സുകൾ തന്നാൽ നമ്മൾ മാക്സിമം നല്ലതായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡേഴ്സുകൾ കിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ഫോണ്ടൻ്റ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിസൈനിൽ നമ്മൾ കുറച്ച് പോപ്കോണൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കി എടുത്ത് ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ താഴെ ഒരു ബോർഡർ പോലെ ഫോണ്ടൻ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വമ്പൻ ഫ്ലോപ്പായിരുന്നു. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.